الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم خاتم النبيين وعلى آله وصحابه الفائزين أما بعد بسم الله الرحمن الرحيم إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم أنا أولى الناس بالمؤمنين من أنفسهم في كتاب الله فأيكم ترك دينا أو ضيعة فادعوني. صدق رسول الله صلى الله عليه وسلم. حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما. صلوا عليه وسلموا تسليما. لا من كريم مثلكم للمرتجي في من مضى قبلا ولا في من يجي. وأنا اللهيف فكربة لي فرجي حيران من ذنبي أسفت كظيما. صلوا عليه وسلموا تسليما. ആദരണീയരായ ഈ മഹത്തായ വേദിയെ നിയന്ത്രിക്കുന്ന ഉസ്താദ് അവറുകൾ, ഈ മഹത്തായ വേദിയിൽ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ പ്രവിശാല വിഷയങ്ങളിലേക്ക് സൂചന നൽകി നമ്മെ ഉദ്ഘാടനം ചെയ്തനുഗ്രഹിച്ച പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്ത് ആരിഫ് സഖാഫി ഉസ്താദ് അവറുകൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, ഈ മഹത്തായ സദസ്സിനെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മവങ്ങന്മാർ, ഈ മഹത്തായ വേദിയെ വിട്ടുനിന്ന് ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുകൂടൽ ഹബീബിനോടൊത്ത് സുബലോക സ്വർഗത്തിൽ ഒത്തുകൂടാൻ ഉതകുന്ന സൽപ്രവർത്തനമായി നമ്മിൽ നിന്ന് അനുഗ്രഹിച്ച് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷത്തെ വിശുദ്ധ റബീഉൽ അവ്വലിലെ ആദ്യ ദിവസത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഇന്നലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ പഞ്ചപ്രയാണങ്ങളെക്കുറിച്ചും
5 ഘട്ടങ്ങളിൽ അവിടുന്ന് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെക്കുറിച്ചും അവിടുത്തെ ഔദാര്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ടായി. അവിടുന്ന് ലോകം കണ്ടവരിൽ ഏറ്റവും ഉന്നതരാണ്. അവിടുത്തെ അല്ലാഹുവാണ് നിയോഗിച്ചത്. സൃഷ്ടാവും സൃഷ്ടിയുമായി ബന്ധപ്പെടാൻ, സൃഷ്ടികൾക്ക് വേണ്ടത് സൃഷ്ടാവിൽ നിന്ന് വാങ്ങിവരാൻ, സൃഷ്ടാവിന് കൊടുക്കാനുള്ളത് സൃഷ്ടികളിലേക്ക് എത്തിക്കാൻ യജമാനനായ റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച അമ്പിയാക്കളിൽ, മുർസലുകളിൽ അവസാന ഖണ്ണിയായ ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ സ്നേഹിക്കേണ്ട അനിവാര്യത എന്തിനാണ് എന്ന് 3 പോയിന്റിൽ നിന്നുകൊണ്ട് ഇന്നലെ ചർച്ച ചെയ്യുകയുണ്ടായി. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? മഹബ്ബ, ഒരാളെ സ്നേഹിക്കുക എന്നത് 5 രൂപത്തിലാണ്. മഹബ്ബത്തു റഹ്മ, മഹബ്ബത്തു ശഫഖ, മഹബ്ബത്തു ഇഹ്സാൻ, മഹബ്ബത്തു ഇജ്ലാൽ, മഹബ്ബത്തു നിഫാഖ്. 5 രൂപത്തിൽ പൊതുവെ സ്നേഹം കാണാറുണ്ട്. മഹബ്ബത്തു റഹ്മ, കാരുണ്യത്തിന്റെ സ്നേഹം. ജീവികളോടുള്ള സ്നേഹമൊക്കെ അതിന്റെ പരിധിയിൽ വരും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്നു. വീട്ടിലേക്കെത്തിയപ്പോൾ പോക്കറ്റിൽ നിന്നെന്തോ എടുക്കാൻ നോക്കുമ്പോൾ പോക്കറ്റിൽ ഒരു ഉറുമ്പ്. ഉടനെ നമ്മളാണ് ശരീരത്തിൽ ഉറുമ്പിനെ കണ്ടതെങ്കിൽ ഒരു മിടിപ്പാണ്, ഒന്നും ചിന്തിക്കാറില്ല. ബഹുമാനപ്പെട്ടവർ ആലോചിച്ചു, ഈ ഉറുമ്പിന് ഉമ്മയുണ്ടാവാം, ബാപ്പയുണ്ടാവാം, മക്കളുണ്ടാവാം, കുടുംബങ്ങളുണ്ടാവാം, കൂട്ടായ്മയുണ്ടാവാം. അതുകൊണ്ട് ഞാൻ ഏതൊരു ഭാഗത്തു നിന്നാണോ ഇങ്ങോട്ട് വന്നതെങ്കിൽ ആ സ്ഥലത്തേക്ക് തന്നെ പോയി ഈ ഉറുമ്പിനെ കൊണ്ടുപോയി ആക്കേണ്ടത് എന്റെ മേൽ ചുമതലയാണ് എന്ന് മനസ്സിലാക്കി വീണ്ടും അങ്ങോട്ട് നടക്കുകയാണ്. എന്തേ? ഈ ജീവിയോടുള്ള കാരുണ്യത്തിന്റെ സ്നേഹം. മഹബ്ബത്തു ശഫഖ, അനുകമ്പയുടെ സ്നേഹം. നമ്മുടെ കൊച്ചു മക്കളോട് മുതിർന്ന മക്കളെക്കാൾ കൂടുതൽ പലപ്പോഴും താല്പര്യം തോന്നാറുണ്ട്. ആ തോന്നാറുള്ള സ്നേഹത്തിന് മഹബ്ബത്തു ശഫഖ എന്ന് പറയും. മറ്റൊന്ന് മഹബ്ബത്തു ഇജ്ലാൽ, ആദരവിന്റെ സ്നേഹം. ബാഹ്യമായൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ബഹുമാനവും പ്രതിബദ്ധിയും പ്രത്യേകം പ്രകടിപ്പിക്കുന്ന ഉസ്താദുമാരോടുള്ള, മുതിർന്നവരോടുള്ള സ്നേഹത്തിന് മഹബ്ബത്തു ഇജ്ലാൽ എന്ന് പറയും. 4 മഹബ്ബത്തു ഇഹ്സാൻ, ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടിയാൽ സ്വാഭാവികമായും അവരോട് സ്നേഹം തോന്നും. ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് കൈവരിച്ച ഔദാര്യവും അവിടുന്ന് ലോകത്തിന് നൽകിയ സംഭാവനകളും അറിയിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ആ സ്നേഹത്തിന് പരിപൂർണാർത്ഥത്തിൽ അവകാശപ്പെട്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. 5 മുഹബ്ബത്തു നിഫാഖ്, ഉള്ളിൽ കാപഠ്യമാണ്, പുറത്ത് വെറുതെ ചിരിച്ചു കാണിക്കുക. ചില ആളുകളുണ്ടല്ലോ, കൈ കൊടുത്തിട്ട് അവനാന്റെ കൈ തന്നെ എങ്ങനെ മുത്തും, എങ്ങനെ ഓരോ കൈ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ഓരോ കൈ മുത്തുന്നതിന് വരെ നമ്മളെ കൈ മുത്തും. ചില ആളുകൾ ഓരോ കൈ തന്നെ മുത്ത, എന്റെ മൂക്കിന്റെ വർക്കത്തോണ്ട് ഓൻ ശരിയാകട്ടെ എന്നുള്ള നിലക്ക്. അങ്ങനെ പലപ്പോഴും കാപ്പട്യ സ്നേഹത്തിന്റെ ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.
നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹം കൊണ്ടൊരു നേട്ടവുമില്ല, പരാജയമാണ്. നമുക്ക് മുത്തുനബിയോട് സ്നേഹം വേണം, ഹബീബായ നബിയെ സ്നേഹിക്കണം. എന്തിന്റെ പേരിൽ? നമുക്ക് ഏതെല്ലാം വിഷയങ്ങൾ വേണ്ടതുണ്ടോ, ഈ ലോകത്തിന് എന്തെല്ലാം വേണമോ അതുമായി അല്ലാഹു പറഞ്ഞയച്ചവരാ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ, ഇന്നാ അർസൽനാക, നബിയെ അങ്ങയെ അയച്ചത് വേറാരുമല്ല. ഇവിടെ ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തവരായിരിക്കും. ഇവിടെ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അവരെ എംഎൽഎമാരുടെ കൂട്ടത്തിൽ നിന്ന് പാർട്ടി തെരഞ്ഞെടുത്തതായിരിക്കും. ഇവിടെ ഏതേത് സ്ഥാനമാനങ്ങളുണ്ടോ ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഭൗതിക സ്ഥാനമാനങ്ങൾ അത് സൃഷ്ടികളാൽ തെരഞ്ഞെടുത്തതായിരിക്കുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ തെരഞ്ഞെടുത്തതാരാ? ഇന്നാ അർസൽനാക, അല്ലാഹുവാണ് മുത്തുനബിയെ പറഞ്ഞയച്ചത്. അതേ സൃഷ്ടികൾക്ക് വേണ്ട ഏതെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ, ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ ദുന്യവിയും ഉഖറവിയുമായ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ മുഴുവനും സമൂഹത്തിന് സമർപ്പിക്കാനാ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വന്നത്. അതെ, അവിടുന്ന് ഓർമ്മപ്പെടുത്തിയില്ലേ, ഇന്നമാ അന ഖാസിമു വല്ലാഹു യുഅ്തി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാ, ഇന്നമാ അന ഖാസിമുൻ, ഞാൻ ഓഹരി ചെയ്തു തരുന്നവരാണ്, എന്നിലൂടെയാണ് നിഅമത്തുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന അർ റഹ്മത്തുൽ മുഹ്ദാ, അതെ ഞാൻ കാരുണ്യമാണ്, ആ കാരുണ്യം ഞാൻ ഓഹരി ചെയ്തു തരുന്നു. വല്ലാഹു യുഅ്തി, അല്ലാഹുവാണ് നൽകുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ലോകം മുഴുവനും ആ നിലയ്ക്ക് ഒരുപാട് നേടിയെടുത്തവരാ. മഹാനരായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഖൗഫ് നേടിയെടുത്തിട്ടുണ്ട്, സഹാബത്തെ കിറാം നേടിയെടുത്തിട്ടുണ്ട്. അതേ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ ഭൗതിക ലോകത്ത് നിന്ന് മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ടവർക്ക് പിന്നീട് വിശ്വസിക്കാൻ ഒരിക്കലും ഒരു അവസരം നൽകുന്നില്ല. ഒരേ ഒരു അവസരമാണ് ഭൗതിക ലോകത്തെ ജീവിതമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നബി തങ്ങളുടെ ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയ്ക്ക്, അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞതിന്റെ ശേഷവും പ്രിയപ്പെട്ട മോനായ മുത്തുനബിയുമായി വിശ്വസിക്കാനോ അല്ലാഹുവെ കൊണ്ട് ഈമാൻ കൊള്ളാനും അവസരം നൽകി. ഹദല്ലാഹു നബിയ മസീദ ഫളിലി അലാ ഫളിലി വകന ബിഹി റഊഫാ. അല്ലാഹു വലിയ ശ്രേഷ്ഠതയാണ് നൽകിയത്. നബി തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാ. നബി തങ്ങളുടെ മാതാപിതാക്കൾ വിശ്വസിച്ചവരാ. ഐഖംത അന്ന അബൻ നബിയ്യി വ ഉമ്മഹു അഹ്യാഹു മർ റബ്ബുൽ കരീമുൽ ബാരി. ഹാദൽ ഹദീസു വമൻ യഖൂലു ബിദുഅഫിഹി وهو الضعيف عن الحقيقة عاري. മോനെ നീ
ഉറപ്പിച്ചു കൊള്ളണം. അന്ന അബൻ നബിയെ മുത്തുനബിയുടെ മാതാവും പിതാവും അവരെ അല്ലാഹു ജീവിപ്പിച്ചിട്ടുണ്ട് എന്നത് നീ ഉറപ്പിക്കണം. കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സന്മാർഗമാകുമ്പോ അവിടുന്ന് ജന്മം നൽകിയ പിതാവ് അവിടുന്ന് കാരുണ്യ ഭവനത്തിലുള്ള വാസമൊരുക്കി തന്ന പ്രിയപ്പെട്ട ആമിന ബീവി അവരും രക്ഷപ്പെടേണ്ടവരാണെന്നത് റബ്ബിന്റെ തീരുമാനമാ. അതുകൊണ്ട് വിശ്വസിക്കാനുള്ള അവസരം കൊടുക്കുകയാ. അൽ ഹദീസു വമൻ യഖൂലു ബിദുഫിഹി വഹുവ ളഈഫു അനിൽ ഹഖീഖതി ആരി. ഈ ഹദീസ് ആരെങ്കിലും ദഈഫാണെന്ന് പറഞ്ഞാൽ അവനാണ് ദഈഫ് എന്നല്ലേ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ നിലക്ക് നബി തങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവിന്റെ റസൂലിലൂടെ കിട്ടിയ വലിയ നേട്ടമാ. നമുക്കുള്ള എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുത്തുനബിയിലൂടെയാ. لولا لما تكونت الأكوان ولا تعينت الأعيان. ആ മുത്തുനബി ഇല്ലായിരുന്നുവെങ്കിൽ ലോകം പടക്കപ്പെടുമായിരുന്നില്ല. ഈ നിലക്കുള്ള മുത്തുനബിയുടെ മദ്ഹ് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷേ ഒരാൾക്കും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയൂല. ബലഗൽ മുസ്തഹു ഫി ഔസാഫിഹി ഫമാ ബലഗം മിഅ്ശറ മാ ഊതിത മാ ഫിൽ ബലിബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. ആ നിലക്കാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിൽ ആ നബി തങ്ങളെ പറഞ്ഞയച്ചത് യജമാനനായ റബ്ബാണ്. എങ്ങനെയാണ് പറഞ്ഞയക്കുന്നത്? ഷാഹിദാ. ആ ആയത്തിൽ 7 കാര്യമാണ് പറയുന്നത്. അത് രണ്ടാമതായി പറയുന്നു ഷാഹിദാ. നബി തങ്ങൾ ലോകത്തെ നിരീക്ഷിക്കുന്നവരാ. അവിടുന്ന് ഭൂതത്തെയും ഭാവിയെയും വർത്തമാനത്തെയും അതേ അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ അവിടുന്ന് വീക്ഷിക്കുന്നവരാ. അവിടുന്ന് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ളത് അറിയുന്നത് പോലെ വർത്തമാന കാലത്തെയും നിരീക്ഷിക്കുന്നവരാ. അവിടുന്ന് ഭാവിയെയും നിരീക്ഷിക്കുന്നവരാ. ഒരാൾക്കും കാണാൻ കഴിയാത്ത, ഒരാൾക്കും അറിയാൻ കഴിയാത്ത, ഒരാൾക്കും എത്തപ്പെടാൻ കഴിയാത്ത മേഖലയിലേക്ക് എത്തിയവരാ. അതല്ലേ മഹാനരായ മുഖറബുൽ അംലാക്ക് സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട്. ആ മരത്തിന്റെ മുകളിൽ നിറയെ ഇലയാണ്. ആ ഇലയിൽ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ പേരുണ്ട്. ഒരാൾ മരണപ്പെടുമ്പോൾ ഇല താഴെ വീഴുന്നു. പഴുത്തുകൊണ്ടാണ് ഇല വീഴുന്നതെങ്കിൽ പ്രായാധിക്യത്തിൽ മരണപ്പെടും. വാടിക്കൊണ്ടാണ് വീഴുന്നതെങ്കിൽ രോഗിയായി മരണപ്പെടും. പച്ചയായ നിലക്കാണ് മുറിക്കപ്പെടുന്നതെങ്കിൽ യുവത്വത്തിൽ മരണപ്പെടും. അതുപോലെ തന്നെ തൂമ്പ് തന്നെ കരിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടും. ഈ നിലക്കുള്ള വൃക്ഷമാണ് സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്നത്. ആ സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷം അതിന്റെ അടുക്കലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഗൈഡ് അതുവരെ നബി തങ്ങളോട് കൂടെയുണ്ടായിരുന്നവർ അവിടെ നിന്ന് പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. വല്ലാത്തൊരു മരാണ്. അവിടെ എത്തിയപ്പോ നിങ്ങളെ കൂടെ ഫോളോ ചെയ്ത് വരാൻ ഇതുവരെ അവസരമുള്ളൂ. ആ മരത്തിന്റെ അടുക്കൽ ഒരുപാട് അത്ഭുതങ്ങൾ അരങ്ങേറുന്നുണ്ട്.
ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങാനുള്ള മലക്കുകൾ 4 ഗ്രൂപ്പായി, ബറ്റാലിയനായി അവിടെ ഉണ്ടാകുമെന്നും ഓരോ ഗ്രൂപ്പിന്റെയും കയ്യിൽ ഓരോ പതാക, ലിവാഉർ റഹ്മ, ലിവാഉൽ മഗ്ഫിറ, ലിവാഉൽ കറാമ, ലിവാഉൽ ഹംദ് വശുക്ർ, 4 പതാക കൈമാറുമെന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് പോകാം. ജിബ്രീൽ അലൈഹിസ്സലാം പോലും കാണാത്ത മേഖലകൾ കണ്ട മുത്തുനബിയാ, അല്ലാഹനെ കണ്ട നബി, അർശിങ്കൽ ചെന്ന നബി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനും കണ്ടവരാ, ലോകത്തെ നിരീക്ഷിക്കുന്നവരാ. വസ്സഹാദതു ലാ തസിഹു ഇല്ലാ ബഅദ റുഇയാ, അവിടുന്ന് ബോധ്യപ്പെട്ടതിനല്ലാതെ സാക്ഷി നിൽക്കാൻ കഴിയില്ലല്ലോ. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാ. അവിടുന്ന് നടക്കുന്ന ഭാവിയിൽ വരാനുള്ളത് മുഴുവനും പറയുകയാ. ഒരു ദിവസം ഒരാളൊരു ദ്വീപിൽ അകപ്പെട്ട ചരിത്രം വിശദീകരിക്കുകയുണ്ടായി. മഹാനരായ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി ഒരുപാട് യാത്ര ചെയ്ത ചരിത്രം വിശ്രുതമാ. അവിടുന്ന് ഇങ്ങനെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദ്വീപിൽ അകപ്പെട്ടു. ആ ദ്വീപിൽ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഒരു ചെന്നായയുടെ വായിൽ അകപ്പെട്ടൊരു മുയലിന്റെ കുഞ്ഞാ. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങ് പോയപ്പോ ഈ ചെന്നായ മുയൽ കുഞ്ഞിനെ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചുകൊണ്ട് സംസാരിക്കുകയാ. അല്ലാഹു എനിക്ക് നൽകിയ ഒരു റിസ്കിനെ തട്ടിപ്പറിക്കാൻ എങ്ങനെയാണ് താങ്കൾക്ക് ധൈര്യം വന്നത് എന്ന് ചോദിക്കുമ്പോ തലയിൽ കൈവച്ചുകൊണ്ട് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അന്ന് സഹാബിയായിട്ടില്ല, അവിടുന്ന് തലയിൽ കൈവച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരു ചെന്നായ സംസാരിക്കുകയോ എന്ന് ചോദിക്കുമ്പോ ഉടനെ തന്നെ ആ ചെന്നായ പറയുന്നു, നിങ്ങൾക്ക് ജീവനുണ്ട്, എനിക്കും ജീവനുണ്ട്. ഈ ജീവനുള്ള ഒന്ന് ഞാൻ സംസാരിച്ചത് അത്ഭുതപ്പെടുന്നു. എങ്കിൽ നിങ്ങൾ ഈത്തപ്പന മരങ്ങൾക്കിടയിൽ ജനങ്ങളോട് പറയുന്ന ഒരു നേതാവ്, മദീന മുനവ്വറയിൽ ജനങ്ങളോട് വർത്തമാനം പറയുന്ന ഒരു നേതാവ്, ആ നേതാവ് ഒരുപാട് വിഷയങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. ആ പറയുന്നതിൽ ആദൻ നബിയുടെ വർത്തമാനമുണ്ട്. പഴയകാല പ്രവാചകന്മാരുടെയും അതുപോലെ സംഭവങ്ങളും പറയുന്നുണ്ട്. ലം യഖ്തരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മഅദി വഅൻ അങ്ങനെ കഴിഞ്ഞു പോയത് പറയുന്നുണ്ട്. വരാനുള്ളതും അവിടുന്ന് പ്രവചിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, ഇരുമ്പ് സംസാരിക്കുന്ന കാലഘട്ടം വരുമോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വരുമ്പോഴേക്ക് ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഒപ്പിയെടുക്കുന്ന ഉപകരണങ്ങൾ വരുമോ. കാലിന്റെ വാറുപോലെയുള്ള വള്ളികൾ സംസാരിക്കുന്ന കാലഘട്ടം വരൂ. അതേ അവിടുത്തെ പ്രവചനം ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുമ്പോ ആ തബറാനി ഇമാം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ അന്ന് സെൽഫോണിന്റെ ആധിക്യമില്ല, ലാൻഡ് ഫോണിന്റെ കണ്ടുപിടുത്തം നടന്നിട്ടില്ല, ടെലിഗ്രാഫിന്റെ സംവിധാനം വന്നിട്ടില്ല, വാട്സപ്പ് ഫേസ്ബുക്ക് മാധ്യമങ്ങളില്ല, വിഷ്വൽ മീഡിയകളില്ല. ആ കാലഘട്ടത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നാ അർസൽനാക ഷാഹിദാ, അവിടുന്ന് ലോകം കാണുന്നുണ്ട് എന്നതാ. ഒരുപാട് സംഭവം അത് സംബന്ധമായി ഉദ്ധരിക്കാനുണ്ട്.
സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ആ നബി തങ്ങൾ നമ്മെ കാണുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം. ഹയാത്തി ഖൈറുൽ ലകൂ വഫാത്തി ഖൈറുൽ ലകൂ തുറമു അലയ്യ അമാലുകൂ വഇൻ വജത്തു ഫീഹി ഖൈറൻ ഹമിദുല്ലാഹ്. അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാ, എന്റെ വഫാത്തിന്റെ ശേഷമുള്ള കാലഘട്ടം നിങ്ങൾക്ക് ഖൈറാ. എന്തേ കാരണം? നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ അറിയുന്നുണ്ട്, മുത്തുനബി കാണുന്നുണ്ട് എന്നതാ. അതുകൊണ്ട് തന്നെ അവിടുന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പല സ്വാലിഹീങ്ങൾക്കും. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനാ, നാസിറുസ്സുന്ന, നബി തങ്ങളുടെ സുന്നത്തിന്റെ പ്രചരണത്തിന് രംഗത്തിറങ്ങിയവർ, സുന്നത്തിനെ സഹായിക്കുന്നവർ എന്ന പാരലൽ നെയിം കൊണ്ട്, അപരനാമം കൊണ്ട് അറിയപ്പെടുന്ന നേതാവാണ് മഹാനരായ അഹ്മദ് ബിൻ ഹംബൽ. എന്തേ അല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അവിടുന്ന് നാസിറുസ്സുന്ന എന്ന് പേര് വരാനുള്ള ഒരു പശ്ചാത്തലം പറയുന്നുണ്ട്. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി തങ്ങളെ സ്വപ്നം കാണുകയാണ്. ഹബീബായി നബി തങ്ങളെ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ഹഖാണ്. അല്ലാഹു നമുക്ക് സ്വപ്നത്തിൽ മുത്തുനബിയെ കാണാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. അതിനൊതുങ്ങുന്ന സ്വലാത്ത് അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് സമർപ്പിക്കാനിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ആര്? ഇമാം ശാഫിഈ തങ്ങൾ. ഇമാം ശാഫിഈ തങ്ങൾ കണ്ടു. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഒരു എഴുത്തയക്കണം, എന്നിട്ട് ഫബശ്ശിറുഹു സന്തോഷ വാർത്ത അറിയിക്കണം, സുന്നത്തിനെ സഹായിക്കുന്നവരാണ് എന്ന ഒരു നാമം, ടൈറ്റൽ ഞാൻ നൽകിയിട്ടുണ്ട്. ശാഫിഈ ഇമാം ചോദിച്ചു, എന്താണ് കാരണം? അവിടുന്ന് ആദർശത്തിന്റെ വിഷയത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും എന്ന് പറയണം. ദൂതന്റെ കൈവശം കയ്യിൽ ഈ എഴുത്ത് കൊടുത്തയക്കുകയാണ്. ആ ദൂതൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ കുനിച്ചു നിർത്തി ഇരുമ്പിന്റെ വള്ളി കൊണ്ട് അവിടുത്തെ മുതുകിലേക്ക് അടിക്കുമ്പോ അടിയുടെ ശക്തിയാൽ ചുമരിൽ തട്ടി തീപ്പൊരി പാറുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുന്ന് കാര്യമാക്കുന്നില്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ എഴുത്തങ്ങ് വാങ്ങി വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം പ്രിയപ്പെട്ട ഗുരുവര്യർ കൊടുത്തയച്ച വിഷയമാ. നിങ്ങൾ പരീക്ഷിക്കപ്പെടും, ഒരിക്കലും പരീക്ഷണത്തിൽ പതറരുത് എന്ന് പറയുന്ന നിർദ്ദേശമാ. ആ നിർദ്ദേശമങ്ങ് ബഹുമാനപ്പെട്ടവർ വായിച്ചു. ഉടനെ സന്തോഷത്താൽ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രമങ്ങ് ഈ ദൂതന് കൊടുത്തു. ആ ദൂതൻ അതുമായി വാങ്ങി വന്നു. അങ്ങനെ വാങ്ങി വന്നപ്പോൾ എന്താണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിലുള്ള ഡ്രസ്സാ. ഉടനെ ഇമാമുന ശാഫിഈ തങ്ങൾ നാസിറുസ്സുന്ന എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് വിളിച്ച നേതാവ് എന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. മോനെ, ആ ഷർട്ടൊന്ന് എനിക്ക് തരുമോ? ഞാൻ തിരിച്ചു തരാം. ആ ഷർട്ട് കഴുകിയ വെള്ളം ബറക്കത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് ചരിത്രത്തിലുള്ളത്. ആ അഹ്മദ് ഹംബൽ തങ്ങൾ പതറാതെ പ്രഹരമേൽക്കുമ്പോൾ അവസാനം ശരീരത്തിലുണ്ടായിരുന്ന മറ്റൊരു വസ്ത്രം അങ്ങ് പിടിച്ച സമയത്ത് അവിടുന്ന് കരഞ്ഞുപോയി. എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു,
ആ വസ്ത്രത്തിന്റെ അഗ്രത്ത് ഹബീബായ നബി തങ്ങളുടെ തിരുകേശം അവിടുന്ന് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചാലും ഹബീബിന്റെ തിരുകേശത്തിന് പോറലേൽപ്പിക്കാൻ പാടില്ല, അതിനെ അപമര്യാദപ്പെടുത്താൻ പാടില്ല, അതിനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ല. ഇതാണ് കാരണമെങ്കിൽ അഹ്മദ് ഹംബൽ തങ്ങളുടെ സംഭവം അവിടുന്ന് ഷാഹിദാ. ഇങ്ങനെ എത്രയോ മഹാരഥന്മാർക്ക് അനുഭവമുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ അഖ്തർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാ. അവിടുന്ന് നബി തങ്ങളുടെ റൗള ശരീഫിന്റെ അടുക്കലേക്ക് വന്നു പറഞ്ഞു, അന ളൈഫുകൽ യൗം, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് ഞാൻ ഇവിടുത്തെ വിരുന്നുകാരനാ. വിരുന്നുകാരനോടുള്ള മര്യാദ എന്താണ്? ഭക്ഷണം അവർക്ക് കൊടുക്കണം, എന്റെ കയ്യിൽ ഒന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഖബറിന്റെ അടുക്കൽ വന്നിട്ടാ പറയുന്നത്, ഞാൻ ഇന്ന് ഇവിടുത്തെ വിരുന്നേരനാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ആര്? അബുൽ ഖൈറുൽ അഖ്തർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരിങ്ങനെ അതും പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി അങ്ങനെ കടന്നുറങ്ങിയപ്പോ, യാ ളൈഫി, എന്റെ അതിഥി എന്ന് പറഞ്ഞിട്ട് സുന്ദരനായ ഒരു വ്യക്തിത്വം ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ കയ്യിൽ ഒരു റൊട്ടി കൊടുത്തു. നമുക്ക് ചിലപ്പോൾ സ്വപ്നത്തിൽ ബിരിയാണി കിട്ടലുണ്ട്, പക്ഷെ അതൊട്ടൊരു കാര്യം ഉണ്ടാകലില്ല. ക്യാഷ് ബാങ്കിലിടാൻ പോകുന്ന ആള് പറഞ്ഞില്ലേ, ബാങ്കിലിടാൻ വേണ്ടിയിട്ട് സ്വപ്നത്തിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഉണർന്നിട്ടുള്ളതെങ്കിൽ ATM എന്ന് വലിച്ചെടുത്താൽ മതിയായിരുന്നു, ഇടുന്നതിന്റെ മുമ്പ് തന്നെ ഉണർന്നു പോയല്ലോ. ഓരോ ആളുകൾക്ക് ഓരോ സ്വപ്നമാണ്. ജ്യേഷ്ഠനും അനിയനും ഇങ്ങനെ കട്ടിൽ കിടക്കുമ്പോൾ ഒരാൾ കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി പോണതാ ഗിനാവ് കാണുന്നത്, പക്ഷേ പാസ്പോർട്ട് കൂടി എടുത്തിട്ടുണ്ടാവില്ല. വേറൊരാൾ സ്വപ്നം കാണുന്ന എന്താണ്? ഇടവഴിയിലൂടെ ആന കുത്താൻ വേണ്ടി വരുന്നു, ഓടിയിട്ടും നീങ്ങണില്ല. അപ്പൊ ദുസ്വപ്നം കാണാണ്, എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഒരു സഹോദരി മുമ്പ് വിളിച്ചിരുന്നു. നല്ലെണ്ണ ഉള്ളം കയ്യിൽ തേച്ച് ഒഴിച്ച് ഒരു ഫാത്തിഹയും 3 ഖുൽഅഊദു റബ്ബിൽ ഫലഖും ഊതി മൂർധാവിൽ ദേശം തേക്കുക. മൂർധാവ് എന്ന് പറഞ്ഞാൽ കയ്യിന്റെ അടിഭാഗം മൂക്കിന്റെ താഴെ വെച്ചാൽ നടുവിരലെത്തുന്ന സ്ഥലത്തിനാ മൂർധാവ് എന്ന് പറയാം, മൊത്തം മൂർധാവല്ല. അങ്ങനെയുണ്ട്. ഓരോന്നിനൊരു കണക്കുണ്ടല്ലോ. ഇത് ഒരാൾ ബസ് കയറാൻ സ്റ്റാൻഡിൽ പോയപ്പോ ചില ആളുകൾ കുട ഇട്ടിട്ടുണ്ട്, ചില ആളുകൾ ബാഗ് വെച്ചിട്ടുണ്ട്, സീറ്റ് പിടിച്ചത് അത്രേ. ഇയാൾ കയറി വെക്കുമ്പോ ഇയാൾക്ക് സീറ്റില്ല. ഇതെന്താന്ന് വെച്ചാൽ ഇതൊക്കെ ബുക്ക് ചെയ്തതാണ് പറഞ്ഞു. അപ്പൊ ഇയാൾ പുറത്തിറങ്ങിയിട്ട് തലയിലുള്ള മുണ്ടെടുത്തിട്ട് ബസ്സിന്റെ മുകളിലേക്കാണ് ഇട്ടിട്ട് ഈ ബസ് മുഴുവൻ ഞാൻ ബുക്ക് ചെയ്തു പറഞ്ഞു. അപ്പൊ അങ്ങനെ മൊത്തത്തില്ല, അതുകൊണ്ട് കാര്യമില്ല. ആ മൂർധാവിൽ അങ്ങനെ തേച്ചാല് ദുസ്വപ്നം കാണുന്നതിന് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവുന്നു. സ്വാലിഹീങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ലം യബ്ഖ മിനൽ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. സുവിശേഷങ്ങളല്ലാതെ സുവാർത്തകളല്ലാതെ നുബുവത്തിൽ നിന്നും ഒന്നും അവശേഷിക്കുന്നില്ല. നബി തങ്ങളുടെ വരവോടുകൂടെ പ്രവാചകത്വത്തിന് പരിസമാപ്തിയായിട്ടുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമൽ മുബശ്ശിറാത്തു യാ റസൂലല്ലാഹ്, എന്താണ് സൽവാർത്തകളായി മുഅ്മിനീങ്ങൾക്ക് വരുന്നത്? അവിടുന്ന് പറഞ്ഞു, അർറുയ സ്വാലിഹ, നല്ല സ്വപ്നമാ. അങ്ങനെ ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ട ചരിത്രങ്ങൾ പൂർവകാലങ്ങളിലുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു പത്തിരി, ഒരു റൊട്ടി ബഹുമാനപ്പെട്ട അബുൽ ഖൈർ തങ്ങൾക്ക് കിട്ടി. ഉറക്കത്തിൽ പകുതി ഭക്ഷിച്ചു, അപ്പോഴേക്കും ഞെട്ടി ഉണർന്നു. അവിടുന്ന് പറയുന്നു, നബി തങ്ങൾ ഉറക്കത്തിൽ തന്ന ആ പത്തിരിയുടെ ബാക്കി ഭാഗം ഉണർന്നപ്പോ എന്റെ കയ്യിൽ അങ്ങനെ തന്നെയുണ്ട്. ഇതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലഹു റാഹത്തുൽ ലൗ അന്ന മിഅ്സാറ ജുദിഹാ
അലൽ ബർരി കാനൽ ബർറു അന്താ മിനൽ ബഹരി. അവിടുന്ന് സ്വപ്നത്തിലൂടെ നൽകിയാലോ ഉണർവിലൂടെ നൽകിയാലോ ഏത് കാലങ്ങളിൽ നൽകിയാലും വല്ലാത്ത പവറുള്ളതാ. ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശ്, ഖുറൈശിയിലെ ഒരു പണ്ഡിതൻ ലോകത്ത് വിജ്ഞാനം നിറക്കാൻ വരുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുമ്പോ ആ പണ്ഡിതനാണ് ഇമാമുനാ ശാഫിഈ തങ്ങളെങ്കിൽ അങ്ങനെ ലോകത്ത് വിജ്ഞാനം നിറക്കാനുള്ള വൈജ്ഞാനിക സാഗരം അവിടുത്തെ മനധലങ്ങളിലേക്ക് ഒഴിച്ചുകൊടുത്തതാരാ? അവിടുന്ന് ഒരു ദിവസം മുത്തുനബിയെ കാണുകയാണ്. ദുഃഖിതനായി ഇരുന്ന സമയത്താണ് അവിടുന്ന് ബൈഹാർട്ടിന് മനഃപ്പാടമാക്കുന്നതിന് ചെറിയ തടസ്സം നേരിട്ടോ എന്ന ആകുലതയോടെ പ്രിയപ്പെട്ട ഗുരുവര്യരെ സമീപിച്ചപ്പോ ശകൗതു ഇലാ വകീഇൻ സുഅഹിഫ്ളി വാർസദനി ഇലാ തർക്കിൽ മഅസി. അവിടുന്ന് അരുതായ്മകൾ ചിന്തിക്കരുത് എന്നുണർത്തി. അന്ന് സ്വലാത്ത് ചൊല്ലി രാത്രി സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അതാ മുത്തുനബി സ്വപ്നത്തിലൂടെ വരുന്നു. മന്നന്താരാണങ്ങ് എന്ന് ശാഫി ഇമാമിനോട് ചോദിക്കുമ്പോ മിൻ റഹ്തിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ടയാളാണെന്ന് പറയുമ്പോ അടുത്ത് വരാൻ വേണ്ടി പറയുന്നു. നബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരങ്ങ് വായിലങ്ങൊഴിച്ചു കൊടുത്തപ്പോ വബിഖൈസിഹിം വഖതാദത്തിൻ മൻ ഐനുഹു റുദത് ബികഫിൽ മുസ്തഫൽ ഹസനായി. അവിടുന്ന് ഭൂമി ലോകത്ത് നിന്ന് കൺമറയുന്നതിന്റെ മുമ്പ് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ താഴെ വീണ കണ്ണ് തിരിച്ചു കൊടുക്കാൻ അവിടുത്തെ ഉമിനീരിന്റെ പവറിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിയോഗത്തിന് ശേഷവും അവിടുത്തെ ഉമിനീരിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ലോകത്തിന് വേണ്ടത് മുഴുവനും അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തേ കാരണം? ഷാഹിദ, അവിടുന്ന് ലോകത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ, അവിടുന്ന് പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാ. അവിടുന്ന് ഇന്നും കർമ്മനിരതനാണ്. ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിച്ചത് മുമ്പ് സൂചിപ്പിച്ചല്ലോ. അല്ലാഹു അവിടുത്തെ തിരുനോട്ടം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരാളെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ നേരത്തെ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചു. എന്തേ ഒരു സെക്കൻഡ് കൊണ്ട് ബഹുമാനപ്പെട്ട സുമാമത്ത് ബിൻ ഉസാൽ തങ്ങൾക്ക് മനസ്സാന്തരം വരാനുള്ള കാരണം ഒന്ന് നബി തങ്ങളുടെ നോട്ടമാ, അവിടുത്തെ ദർശനം പവിത്രമാ, അവിടുത്തെ സ്പർശനം പവിത്രമാക്കം. ബഹുമാനപ്പെട്ട മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ അവിടുന്ന് നോക്കിയാൽ തന്നെ ഹിദായത്താകുമെന്നല്ലേ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ നിലക്കാണ് ഷാഹിദ്. അത് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. ആയുർവേദു മയ്യുസിനിൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി ഫകൈഫൽ മദ്ഹു മിൻ ബഅദു യുൻസഉ സ്വലാത്തും ആ നബി തങ്ങൾ ഷാഹിദ. മൂന്നാമതായ ഖുർആൻ പറഞ്ഞത് വമുബശ്ശിറ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മുഅ്മിനീങ്ങൾക്ക് ധർമ്മത്തിന്റെ ആളുകൾക്ക് ലോകത്തിന് മുബശ്ശിറ,
അവിടുന്ന് സന്തോഷത്തോടു കൂടെയുള്ള സമീപനമാ, അവിടുത്തെ പ്രവർത്തനം ആ നിലക്ക, അവിടുത്തെ ജീവിതം ആ നിലക്ക. അവിടുന്ന് അഹങ്കാരിയായിട്ടില്ല. അവിടുന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വാക്കുകൊണ്ടൊരാളെ നോവിച്ചിട്ടില്ല, നോക്കുകൊണ്ടൊരാളെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നവരാ, ആ വിഷയത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുത്തെ ജീവിതം ആ നിലക്കായിരുന്നു പ്രിയപ്പെട്ട മുഅ്മിനേ. അവിടുന്ന് നല്ല സ്വഭാവമുള്ളവരാ. ഏതൊരാളും അവിടുത്തെ അടുത്തിരുന്നാൽ എണീറ്റ് പോവാൻ താല്പര്യപ്പെടാറില്ല. മനുഷ്യരോട് ഇണങ്ങാത്ത ജീവികൾ പോലും മുത്തുനബിയുടെ മടിയിൽ കയറിയിരുന്നിരുന്നു എന്നതാ ചരിത്രം. ഒരു വസ്തു പ്രത്യേകത നബിക്ക് പ്രസിദ്ധമാ. സുഹൃത്തുക്കളെ താഴോട്ടു നോക്കത് വ്യക്തമാ. ലം യഹ്തലിം ഖത്താ മുത്ലഖൻ അബദാ വമാ തഫാഅബ അസ്ലം ഫീ മദ സമനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായിട്ടില്ല. കാരണം അത് പിശാചിന്റെ പ്രവർത്തനമാ. വമാ തസാഅബ അസ്ലം ഫീ മദ സമനി. അല്ലാഹുവിന്റെ റസൂൽ കൂട്ടുവായിട്ടില്ല. നമ്മളൊക്കെ ചിലപ്പോൾ ഒരു വയല് കഴിയുമ്പോഴേക്കും ഒരു 11 കൂട്ടുവായിടും അല്ലേ? വാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ തുള്ള വിളിക്കുമല്ലോ നമ്മള്. അത്തസാഉബു മിന ശൈത്വാൻ വൽ ഇതാസു മിന റഹ്മാൻ എന്നാണ്. തുമ്മൽ, ഒരാൾ ദ്വാരക്കണ നേരത്ത് തുമ്പിയാല് ദ്വാക്ക് ഇജാബത്തുണ്ട് എന്നാണ്. ഇജാബത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ തീപ്പെട്ടിക്കൊള്ളി തിരികെ തുമ്പിച്ചിട്ട് കാര്യമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് തുമ്പണം. അങ്ങനെ അതൊരു അടയാളമാണ് എന്നാണ്. അതുപോലെ 3 പ്രാവശ്യം തുമ്പിയാൽ ഫശ്ഹിദു ലഹു ബിൽ ഈമാൻ. തുമ്മുന്ന സ്ഥലത്ത് 3 പ്രാവശ്യമാണ് നിൽക്കുക. അടുക്കളയിൽ മുളക് വറുക്കുന്നുണ്ട്, ആ നേരത്തുള്ള തുമ്പലല്ല. അപ്പൊ 3 അല്ല 30 തുമ്പൽ മുമ്പുണ്ട് അല്ലേ? തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, കേട്ടാൽ യർഹമുക്കല്ലാഹ് പറയണം. കൂട്ടുവായിട്ടാൽ ഇടത് കൈയിന്റെ മുതുഭാഗങ്ങളെ കുറിച്ച് അഊദു ചൊല്ലണം എന്നാണ് ഫുതുഹാത്തുർ റബ്ബാനിയ ഫി ശുഅബുൽ ഈമാനിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. അവിടുന്ന് ജീവിതത്തിൽ കൂട്ടുവായിട്ടിട്ടില്ല. കൂട്ടുവാ മനസ്സിലായില്ലേ? കൂട്ടുവാ അതെ. منه الدواب طلع تهرب وما وقعت ولا يرى أضربه منه في عليني. منه الدواب നബി തങ്ങളെ കാണുമ്പോ അതേ മൃഗങ്ങൾ ഓടാറില്ല. وما وقعت ذبابة في جسمه الحسن. അവിടുത്തെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല. ഈച്ച ഇരിക്കാറുള്ളത് വൃത്തികേടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് വലാത്ത് കുങ്കതുബാ ബിൽ ജുറൂഹി വഖഅ തുനസിഹി മിനൽ അഅ്വാലി മുസ്ലിമാ. ശരീരത്തിൽ നല്ല ഭാഗങ്ങൾ ഉണ്ടായിട്ട് മുറിവ് നോക്കി അന്വേഷിക്കുന്ന ഈച്ചയെ പോലെ ആവണ്ട. ആളുകളെ കുറ്റം പറയണ്ട, അലിമീങ്ങളെ ചീത്ത പറയണ്ട, ഒരാളെയും ആക്ഷേപിക്കണ്ട. ആളുകളിൽ നന്മ കാണാൻ ശ്രമിക്കുക. ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതാണ് മഹാനരായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് പരിവാരങ്ങൾ ഒപ്പമുണ്ട്. ഒരു ചത്ത നായ, ജീവൻ നഷ്ടപ്പെട്ട് ദുർഗന്ധം വമിക്കുന്ന, മൂക്കുപൊത്തിക്കളയുന്ന ഒരു മലിന ജന്തുവിന്റെ ജഡം
ആളുകളൊക്കെ മൂക്ക് പൊത്തി, ഹോ ആരെവിടെ ഇട്ടത്, വല്ലാത്തൊരു പ്രശ്നം. ഈസാ നബി അലൈഹി സ്വലാം മൂക്കൊന്നും പൊത്തിയില്ല. അവിടുന്ന് ഇങ്ങനെ അടുത്ത് പോയിട്ട്, ഹേയ് ഇതിന്റെ പല്ലിന്റെ ഒരു തിളക്കം, ഇതിന്റെ പല്ല് നല്ല ചുറുക്കുള്ള പല്ലാണല്ലോ, നല്ല ബ്യൂട്ടി ഡെന്റലാണ്, നല്ല ഇതാണ്. അപ്പൊ ആ ദുർഗന്ധം വമിക്കുന്ന ജീവിയിൽ ഈസാ നബി അലൈഹി സ്വലാം കണ്ടത് പല്ലിന്റെ സൗന്ദര്യമാണ്. ആ നിലക്കാവണം, ആക്ഷേപിക്കാൻ പാടില്ല. ഈച്ചയെ പോലെയാകരുത് എന്ന് പറയാൻ കാരണമതാ. അതുപോലെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, തൂബാലിമൻ സകല ഐബുഹു അൻ ഉയൂബിന്നാസ്. സ്വന്തം കുറ്റവും കുറവും കാണാൻ ശ്രമിച്ച കാരണം മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാൻ സമയം കിട്ടാത്തവൻ ഭാഗ്യവാനാ. അവരവരുടെ കുറ്റവും കുറവുമാണ് നോക്കേണ്ടത്, ആരാണ്ടത് നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരെ നല്ല നിലക്ക് ഉദ്ദേശത്തോടെ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. വഷളാക്കാൻ പാടില്ല, അപകീർത്തിപ്പെടുത്താൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താ? ബിഖൽഫിഹി കആമാ മിൻ റുഇയതു സബതതു വലാ യുറാളിലുഹു ബിശംതി ദുഫാതനി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നൂറാണ്, നിഴലുണ്ടായിരുന്നില്ല എന്നതാണ്. അതേ കാരണം നില വെളിച്ചത്തിലും സൂര്യനിലും അവിടുന്ന് നിഴലില്ലാതിരിക്കാനുള്ള കാരണം ഒന്നവിടുന്ന് നൂറാണ്, പ്രകാശമാണ്. എന്നാൽ മറ്റൊരു കാരണമേതാ? അത് മലിനത്തിൽ അകപ്പെടാതിരിക്കാനാ. ആ നബി തങ്ങളെ നൂറായ ആലത്തിൽ ഒരുപാട് ആളുകൾക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ചവരിൽ റബ്ബ് നമ്മെ പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതുപോലെ മുന്നിലേക്കുള്ള കാഴ്ച ബാക്കിലേക്കുമുണ്ട്. മുന്നിലേക്കുള്ള കാഴ്ച ബാക്ക് നമുക്കില്ലേ? തിരിഞ്ഞു നോക്കിയാല് അപ്പൊ മുന്നിക്കില്ല. രണ്ട് കാഴ്ചയും കൂടി കിട്ടണമെങ്കിൽ ബാർബർ ഷാപ്പ് പോകണം. എന്നാ പിന്നെ ബാക്കിലും മുന്നിലും കണ്ണാടി ഉണ്ടാവും അല്ലേ? നമ്മളെ തലയുടെ പിൻഭാഗമൊക്കെ കാണൽ എവിടെയാണ്? ബാർബർ ഷാപ്പില വലിയ കണ്ണാടിയിൽ. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിലൂടെയും ബാക്കിലൂടെയും കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ വഖൽബുഹുലം തനവ്വൽഐനു ഖദ് നഇസത് വലാ യുറാ അത്റുബൗ മിൻഹു ഫീ അലിനി. നബി തങ്ങളുടെ കണ്ണുറങ്ങിയാലും ഖൽബുറങ്ങൂല. കാരണം 24 മണിക്കൂറിലും വഹയാ. അവിടുന്ന് അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. സൃഷ്ടാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൃഷ്ടാവിനോടുള്ള ബന്ധം സൃഷ്ടിയുമായുള്ള ബന്ധത്തിന് തടസ്സമാകുന്നില്ല. സൃഷ്ടിയുമായിട്ടുള്ള ബന്ധം സൃഷ്ടാവിനോടുള്ള ബന്ധത്തിൽ തടസ്സമായിട്ടില്ല. ആ നിലക്കാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥയെങ്കിൽ അവിടുത്തെ വൈസർജിക വസ്തുക്കൾ ഭൂമിയുടെ പുറത്ത് കാണൂല. അതെ, അത് ശുദ്ധിയുള്ളതാണ് എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖത്തവാസറത്തിൽ അദില്ലതു അലാ അന്ന ഫളലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താഹിറുൻ. നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാം താഹിറാണ് എന്നുള്ളതിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. അത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി നോക്കൂ, നബി തങ്ങളുടെ മറ്റൊരു പ്രത്യേകത قد علتا ومن إذا جلسوا عند الولادة سيف يذا بمغتسنين.
ഹബീബായ നബി തങ്ങൾ എത്ര നീളമുള്ള ആളുകൾക്കിടയിൽ ഇരുന്നാലും അവിടുത്തെ ചുമലാണ് ഉയർന്നിട്ടുണ്ടാവുക, അവിടുത്തെ ഷോൾഡറാണ് ഉയർന്നിട്ടുണ്ടാവുക. പോരാ, ജനിക്കുന്ന സമയത്ത് വലതുഹു മഖ്തൂലൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹിൽ മുസ്നദു യാ റബ്ബി. നബിതങ്ങൾ ജനിക്കുന്ന സമയം അവിടുന്ന് ഖിതാൻ ചെയ്യപ്പെട്ട രൂപത്തിലാണ്, മാർക്കം ചെയ്യപ്പെട്ട രൂപത്തിലാണ് ഭൂമി ലോകത്തേക്ക് വന്നത്. ഈ 10 പ്രത്യേകതകൾ ഈ 10 പ്രത്യേകതകൾ ആരെങ്കിലും മനഃപ്പാടമാക്കിയാൽ അതെ അവർക്ക് കള്ളന്മാരെ ശല്യമില്ല, തീയന്റെ ശല്യമില്ല, വലിയ കാവല. അതുകൊണ്ടത് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞു വന്നത് ജീവജാലങ്ങൾ നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചു. അതേ നബി തങ്ങളുടെ അടുക്കൽ നിന്ന് മൃഗങ്ങളൊന്നും ഓടിപ്പോവാറില്ല. ആ നിലക്കാണ് ജീവജാലങ്ങൾ. കാരണം അവിടുത്തെ മനസ്സങ്ങനെയാ, അവിടുന്ന് സൽസ്വഭാവത്തിന്റെ ഉത്തുംഗത മേഖലയിലുള്ളവരാ. അതേ അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് അല്ലാഹു തആല പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ആ അമ്പിയാക്കളിൽ സൃഷ്ടിപ്പിന്റെ വിഷയത്തിലോ സ്വഭാവ മഹിമയുടെ വിഷയത്തിലോ അവിടുന്ന് ഏറ്റവും മുൻപന്തിയില. ആ മുത്തു നബിയുടെ സ്വഭാവത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കി തരണം അല്ലാ. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വിനയം എന്ത് മാത്രമാ. നോക്കൂ നിങ്ങൾ, മക്കത്തുൽ മുകറമയിലെ ഒരു സംഭവം. ശുദ്ധ കഅബാലയം ഹെഡ് ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. ഉസ്താദ് അവറുകൾ അങ്ങോട്ട് പോവുകയാണ്. അല്ലാഹു റാഹത്തോടു കൂടെ നിർവഹിച്ചു തിരിച്ചു വരാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. കഅബ ദുനിയാവിന്റെ ഇന്നലി കുല്ലി ശൈഇൻ ഖൽബൻ വ ഖൽബു ദുനിയ അൽ കഅബ ബൈത്തുല്ലാഹിൽ ഹറം. ലോകത്തിന്റെ ഹൃദയമാണ്. ഉമ്മുൽ ഖുറ, നാടുകളുടെ ഉമ്മയാണ്. ലിഅന്നൽ അർള തുഹിയത് മിൻ തഹ്തിഹാ, കാരണം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ മക്കയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഭൂഗോളം ഒന്ന് പരത്തിവെച്ചാൽ, ഗ്ലോബ് ഒന്ന് പരത്തിവെച്ചാൽ, ഗോൾഡൻ റേഷ്യോ പോയിന്റ്, സുവർണാനുപാത ബിന്ദു എന്ന് പറയുന്നൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് വിശുദ്ധ കഅബാലയത്തിന്റെ സൺറെക് പോയിന്റ് അത് കൃത്യമാണ്. അത് നടുവാണ്, ഹൃദയമാണ്. ആ ഹൃദയമായ വിശുദ്ധ കഅബാലയം, ആ കഅബാലയം ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള മേഖലയാണ്. മാ ബൈന റുക്നൈനി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗപ്പൂന്തോപ്പാണ്. ഖാല റസൂലുള്ളാഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർണ്ണപ്പാത്തിയുടെ താഴെ അവിടുന്ന് ഇങ്ങനെ അല്ലാഹുവോട് സ്വർഗം ചോദിക്കുമ്പോ പുറത്തൊരു കൊട്ടുകൊടുത്തിട്ട് സ്വർഗത്തിൽ ഇരുന്നിട്ടാണ് ഉസ്മാനെ സ്വർഗം ചോദിക്കുന്നത്. ഖാല റസൂലുള്ളാഹി. ഈ നിലക്ക് ഒരുപാട് വിശിഷ്ട സ്ഥലങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ ഉള്ള സ്ഥലം. ഇവിടുന്ന് ഒരാൾ 50 കൊല്ലം നിസ്കരിച്ചാൽ 88,500 നിസ്കാരമാണ്. 5 വക്ത് നിസ്കാരം 50 കൊല്ലം നിസ്കരിച്ചാൽ. കാബന്റെ അടുത്തുനിന്ന് ഒരാൾ നിസ്കരിച്ചാൽ 1 കോടിയാണ്. എന്നുവെച്ചാൽ കാബന്റെ അടുത്തുള്ള ഒരു നിസ്കാരം നമ്മുടെ ഇവിടുത്തെ 50 കൊല്ലത്തെ 5 വക്ത് നിസ്കാരം കാബന്റെ അടുത്ത് ഒരു നിസ്കാരത്തിന്റെ 100ൽ ഒരു അംശം പോലും ആകുന്നില്ല. അല്ലാഹുവേ, ആ മണ്ണിൽ ഇടക്കിടക്ക് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുന്ന തമ്പുരാനെ. ലോകത്തേതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ പാപം പൊറുപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ വിശുദ്ധ കഅബാലയം മാത്രമല്ലേ പ്രിയപ്പെട്ടവരെ? വല്ലാത്ത ഭാഗ്യം. എന്നാൽ അവിടെ പോയി തവാഫ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ നിയ്യത്ത് നല്ലതല്ലാത്തതിന്റെ പേരിൽ കഅബാലയം ശപിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇഖ്ലാസോടുകൂടെ നിർവഹിക്കാൻ പോയവർക്കും
ഇനി പോകാനുള്ളവർക്കും ഉസ്താദവർകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കഅബാലയത്തിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തവാഫ് ചെയ്യുകയാണ്. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുമ്പിൽ ഒരു ഗ്രാമീണനായ വ്യക്തിയും തവാഫ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാര്യമായ സംഭാവന ചെയ്യുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എന്തൊരു ആമീനൊരു ഊക്കില്ലാത്ത, ആർക്കും കബൂലിയത്ത് വേണ്ട. എന്താ നിങ്ങളിങ്ങനെ? ബിസ്മില്ലാ. കവറ് വരുന്നുണ്ട്, എല്ലാവരും അത് സ്വീകരിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന് വലിക്കുൽ മുളപ്പർ തിരനായൊരു രാജനാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,20,000 പാത്രത്തിലുണ്ട് ഹലുവകൾ ഓരോ തരം. 5000 ആടർത്തിട്ട് 10,000 കോഴി അറുത്തിട്ട് 1,24,000 പ്ലേറ്റിൽ ഹലുവ വിളമ്പിയിട്ട്, കൂടാതെ ഒരുപാട് ഉലമാക്കൾക്ക് ആയിരക്കണക്കിന് സ്വർണം ഹാൻഡ്മണിയായിട്ടും കൊടുക്കുന്ന ചെറിയൊരു മൗലൂദ് അന്ന് നടന്നിരുന്നു. എന്നുവെച്ചാൽ നബി തങ്ങളുടെ മദ്ഹിന്റെ മേഖലയിൽ എത്ര ചെലവഴിച്ചാലും, ആ സദസ്സിൽ എത്ര കൊടുത്താലും അത് അധികമാകൂല. അല്ലാഹു തആല നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ, ബറക്കത്ത് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഒരാൾ, അയാളെ മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല, അയാൾക്ക് നബി തങ്ങളെയും അറിയില്ല. അയാൾ ഇങ്ങനെ യാ കരീം യാ കരീം യാ കരീം. ഇത് കേട്ടപ്പോൾ ഈ കഅബാലയത്തെ ചുറ്റുന്ന പാവപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകുമെന്ന മുത്തുനബിയുടെ മനസ്സിലുള്ള ആ ഒരു വികാരം കാണണം. അവിടുന്ന് ആമീൻ, ഈ ആമീൻ കേട്ടപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഇലൈക്കാനി, നിങ്ങൾ നിങ്ങളുടെ വഴിയെ പോവാം, ഞാൻ എന്റെ വഴിയിലൂടെ പോകട്ടെ. വീണ്ടും അവിടുന്ന് ഇങ്ങനെ പോകുന്നു, യാ കരീം എന്ന് പറയുന്നു. ബാക്കിൽ നിന്ന് ആമീൻ ആമീൻ. അവിടുന്ന് ഇത് നബി തങ്ങളാണ് എന്നറിയുന്നില്ല. നബി തങ്ങളോട് ചോദിച്ചു, അതസ്തഹ്സിഉബി, എന്നെ നിങ്ങൾ പരിഹസിക്കുകയാണോ? നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. വീണ്ടും അങ്ങനെ നടക്കുന്നു. അവിടുന്ന് യാ കരീം എന്ന് പറയുന്നു. അയാൾക്ക് വേറെ ദുആ അറിയില്ല, വേറെയൊന്നും പഠിച്ചിട്ടില്ല, നബി തങ്ങളെ പരിചയപ്പെട്ടിട്ടില്ല, സഹാബത്തുമായി സമ്പർക്കമുണ്ടായിട്ടില്ല. അങ്ങനെ അയാളിങ്ങനെ ചുറ്റുമ്പോഴാ നബി തങ്ങൾ ഇങ്ങനെ ആമീൻ പറയുന്നത്. മൂന്നാമത് നബി തങ്ങളുടെ നേരെ തവാഫിന് വിരമിച്ചതിന് ശേഷം അടുത്ത് വന്ന് പറഞ്ഞു, ലൗലാ റഅയ്തു നൂറൻ യൽതഹിബു ഫീ വജ്ഹിക ലസകൈതുക ഇലാ ഹബീബി. നിങ്ങളുടെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട്. ആ പ്രകാശമെങ്ങാനും ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ഹബീബിനോട് ഞാൻ കംപ്ലൈന്റ് പറയുമായിരുന്നു. നബി തങ്ങൾ ചോദിച്ചു, മോനെ, ആരാണ് നിന്റെ ഹബീബ്? അവിടുന്ന് വിതുമ്പുന്ന അതിൽങ്ങളോടുകൂടെ അവിടുന്ന് പറഞ്ഞു, ഒലിക്കുന്ന നയനങ്ങളോട് ഇടറുന്ന ശബ്ദത്തോടെ പറയുന്നു, അതേ, ഞാൻ വേദത്തിൽ പരിജ്ഞാനമുള്ള ഒരു വ്യക്തി. ഈ പ്രദേശത്ത് മക്കയിൽ ജനിച്ച ഒരാളെ കുറിച്ച് വല്ലാതെ പറഞ്ഞപ്പോ, ഗുണവിശേഷങ്ങൾ പറഞ്ഞപ്പോ, ആ മഹൽ വ്യക്തിത്വം കഅബാലയത്തിലേക്ക് ഈ വർഷം വരും എന്നുള്ളതും കേട്ടപ്പോ അവിടുത്തെയൊന്ന് കാണണം, പരിചയപ്പെടണം എന്ന നിലക്കാണ് വന്നത്. ആ നേതാവിന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അല്ലാഹുവിന്റെ റസൂലാണ്. ആ നബി തങ്ങളെ ഒന്ന് കാണണം എന്ന് ഉത്കടമായ അഭിലാഷത്തോടെ യജമാനനായ റബ്ബിനോട് യാ കരീം ഔദാര്യം ചെയ്യുന്ന റബ്ബേ എന്ന് വിളിച്ച് എനിക്ക് ആ ഹബീബിനെ ഒന്ന് കാണുമോ എന്ന നിലയ്ക്ക് ഞാൻ ദുആയിരക്കുമ്പോഴാ എന്റെ ഹബീബിനെ കാണാത്ത ദുഃഖത്തോടുകൂടെ എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്കെന്റെ ഹബീബിനെ കാണണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോനെ അങ്ങ് അംഗീകരിക്കുന്ന, അങ്ങ് പറയുന്ന, അന്വേഷിക്കുന്ന ഹബീബ് ഞാനാ. കണ്ടോ നിങ്ങൾ അവിടുത്തെ വിനയമാ. ആ നിലയ്ക്ക് സൽസ്വഭാവമുള്ള മുത്തുനബി മുബശ്ശിറ. അവിടുന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നവരാ. അതേ ലോകത്തിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങിയവരാ. ആ മുത്തുനബിയെ പോലെ മറ്റൊരാൾ വന്നിട്ടില്ല, ഇനി വരാനുമില്ല. അതുകൊണ്ട് സുവിശേഷം അറിയിച്ചതാർക്കാണ്? നബി തങ്ങളെ അംഗീകരിക്കുന്നവർക്കാ, നബി തങ്ങൾ കൊണ്ടുവന്ന ആദർശം സ്വീകരിക്കുന്നവർക്കാ, അല്ലാത്തവർക്ക് മുന്നറിയിപ്പ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, സൽസബീല ഫറഫീഹി സയ്യിദു സാദാതി സീർ സൽസബീല തുസ്തഫിൽഹാ ലതിക സൽസാലിസാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴിധാരയിലൂടെ സഞ്ചരിക്കണം. അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പുലർത്തണം. വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. നല്ല കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ ഉണ്ടാവണം. ആ നിലക്ക് സുഹൃതങ്ങളുമായി മുത്തുനബിയെ കണ്ടെത്തുന്നവരിൽ റബ്ബ് തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹാബത്ത് ആ നിലക്ക് മുത്തുനബിയെ സ്നേഹിച്ചവരാ. ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആളുകളുടെ കൂടെ ഇങ്ങനെ പോവാ. ഒരു മരത്തിന്റെ അടുക്കലെത്തിയപ്പോൾ ചിരിച്ചു. വെറുതെ ആരുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെറുതെ ചിരിച്ച എന്താ ഇങ്ങനെ എനിക്ക് സുഖമില്ലല്ലോ ചോദിക്കൂലേ? കാരണം വെറുതെ ചിരിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന് വേന. അങ്ങനെ ചിരിച്ചു. ചിരിച്ചപ്പോ അലി ബിൻ അബീ ത്വാലിബ് തങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചിരിക്കാൻ കാരണം? അപ്പൊ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ഈ സ്ഥലത്തെത്തിയപ്പോ നബി തങ്ങൾ ഒരാളോട് ചിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ നബി തങ്ങൾ ചിരിച്ച ഒരു സ്ഥലത്ത് ചിരിക്കൽ ഒരു പുണ്യമുള്ള കാര്യമാണ് എന്ന നിലക്കാണ് ഞാൻ ചിരിച്ചത്. ഇതാണ് സഹാബ. ആ നിലയ്ക്ക് നബി തങ്ങളെ പിൻപറ്റിയവരാണ് അവരൊക്കെ. അപ്പൊ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വരണം. നല്ല കാര്യങ്ങൾ ഏതാണ്? ഒരുപാടുണ്ട്. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത് ഏറ്റവും വലിയ നല്ല അമലാ, ലോകത്തെ ഏറ്റവും വലിയ മഹബ്ബത്താ. അതുകൊണ്ടാണ് സഹാബിമാര് മുത്തുനബിയെ സ്നേഹിച്ചത്. ഈ പ്രപഞ്ചം മുഴുവനും സ്നേഹിച്ചത് അതിന്റെ പേരിലാ. കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവര് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചവരാ.
അവിടുന്ന് ഏകനായി ഹിജ്റക്കൊരുങ്ങുമ്പോ ഫോളോ ചെയ്യാനുണ്ടായത് അപകടത്തിൽപ്പെട്ടാലും അതേ പോറലേൽക്കാൻ പാടില്ല മുത്തുനബിക്ക് എന്ന നിലക്ക് നബി തങ്ങളുടെ കൂടെ പോവാൻ തയ്യാറായവരാരാ? അത് മഹാനരായ അബൂബക്കറിന് സിദ്ദീഖ് വസാനിയ സിനൈനി ഫിൽ ഗാരിൽ മുനീഫി ലഖ തഫല്ലദൂ ബിഹി ഇസ്അദൽ ജബലാ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലേ നബി തങ്ങളുടെ കൂടെയുണ്ടായത്. ബഹുമാനപ്പെട്ടവർ സൗർ ഗുഹയിൽ വെച്ച് ഓരോ പൊത്തുകളും തലപ്പാവിന്റെ ഭാഗങ്ങൾ കീറിയടക്കുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്കൊന്നും പറ്റരുത് എന്ന നിലക്ക്, ജന്തുക്കൾ വരരുത് എന്ന നിലക്ക് ഓരോന്നോരോന്ന് വെക്കുമ്പോ അവസാനം തുണി കഷ്ണം കഴിഞ്ഞപ്പോ ഒരു ദ്വാരത്തിന്റെ കാലിന്റെ താഴ്ഭാഗം കൊണ്ട് അവശേഷിച്ച ദ്വാരം അടച്ചപ്പോഴല്ലേ ഒരു പാമ്പ് അവിടുത്തെ അങ്ങ് കടിച്ചത്. ആ പാമ്പിന്റെ മാരക വിഷമാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് വഫാത്തിലേക്ക് കലാശിച്ചത്. വമാത റസൂലഹാ അൽ ഖലീഫത്തുൽ അവ്വൽ കമാത മസ്മൂമാ. അന്നുള്ള വിഷത്തിന്റെ ഭാഗം ശരീരത്തിൽ ബാക്കിയായിരുന്നു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും സ്നേഹിച്ചവരാ. അതുകൊണ്ടല്ലേ അവിടുത്തെ ജനാസയെ കൊണ്ടുപോകുമ്പോ അതേ ജനാസയുടെ അടുക്കലേക്ക് എത്തുമ്പോ വഫാത്തിന്റെ മുമ്പ് അവിടുന്ന് പറഞ്ഞിരുന്നു, മുത്തുനബിയുടെ അടുക്കൽ എന്നെ കിടത്തണമെങ്കിൽ ഒന്ന് നിങ്ങൾ സമ്മതം ചോദിക്കണം. അതേ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അബൂബക്കറിൻ ബിൽ ബാബ്. ഓ നബിയേ, ഇതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജനാസ എന്ന് പറയുമ്പോ അദ്ഖിൽ ഹബീബ ഇലൽ ഹബീബ്. അതേ ഹബീബ, അവിടുന്ന് എന്നെ പ്രിയം വെച്ചവരാ, ഞാൻ അങ്ങോട്ടും പ്രിയം വെച്ചവരാ, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് കേട്ടത് ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ. ഹിജ്റ 300 ചില്ലാനത്തിൽ ജീവിച്ച ആജുലി എന്ന് പറയുന്ന ആധികാരിക പണ്ഡിതന് അവിടുത്തെ കിതാബ് ശരീഅയിൽ ഉദ്ധരിച്ച സംഭവമാ. ഹാഫിളുദ്ദുനിയ ഇബ്നു അസാകിർ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതേ ഒന്നാമത്തെ ഖലീഫ മുത്തുനബിയെ സ്നേഹിച്ചവരാ, സഹാബത്ത് മുഴുവനും സ്നേഹിച്ചവരാ. ഇനിയെടുത്തോ നിങ്ങൾ അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽ രണ്ടാമത്തത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹമാ, അവിടുന്ന് വല്ലാത്ത താല്പര്യമാ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഉമറേ റളിയല്ലാഹു അൻഹു, ഞാൻ സുബലോക സ്വർഗത്തില് ഞാൻ ഒരു കാഴ്ച കണ്ടു. ഒരു നല്ല മാളികയുടെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി അവിടെ സംവിധാനിക്കപ്പെട്ട സുന്ദരിയായ ഹൂറുല്ലീനെ കണ്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് കയറാതിരുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞപ്പോ വിതുമ്പുന്ന ശബ്ദത്തോട്, അഫ അലൈക അഗാറു യാ റസൂലല്ലാഹ്, അങ്ങയോട് എനിക്കെങ്ങനെയാണ് ഈർഷ്യതയുണ്ടാവുക? ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അവിടുന്ന് ഇങ്ങനെ പോവുകയാണ്, അവിടുന്ന് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഭരണം നടത്തുന്ന കാലം. അവിടുന്ന് ഒരു വീട്ടിൽ നിന്നൊരു ശബ്ദം കേട്ടു, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക തയ്യിബൂനൽ അഖിയാർ ഖദ് കുൻത ഖവാമൻ ബകാ ബിൽ അസ്ഹാർ യാ ലൈത ശൈരി വൽ മനായ ആത്വാർ ഹൽ തജ്മഅനി വഹബീബി യദ്ദാർ. അതേ മുത്തുനബിയുടെ മദ്ഹ് അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രായമായൊരു ഉമ്മൂമ നൂല് കോൽക്കുകയാ. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വാതിൽ മുട്ടിക്കൊണ്ട് തുറക്കാൻ പറഞ്ഞു. ആരാണ് ഞാൻ? ഉമറാ. മാലി വലി ഉമർ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ, ഇല്ല ഒരിക്കലും പ്രശ്നത്തിനല്ല, നിങ്ങൾ തുറക്കണോ. വറുദ്ദി
അലൈകി റുദ്ദി അലയ്യ മാ കുന്തി തഖൂലി. ആ ഹബീബിന്റെ മദ്ഹ് ഒന്നുകൂടെ പറഞ്ഞു തരൂ. അതേ, അവിടെ ഞങ്ങൾ പടി കൊടുക്കുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീഴുന്നു. അതുകൊണ്ട് എനിക്ക് മദ്ഹ് പറഞ്ഞ നാവുകൊണ്ട് ആ ഹബീബിനോടൊത്ത് സുഖലോക സ്വർഗത്തിൽ കിടക്കാൻ നിങ്ങൾ ദുആയിരക്കണേ. ഒരു രാജ്യം ഭരിക്കുന്ന, മിസ്ർ ഭരിക്കുന്ന, മുഖൗഖസ് ഭരിക്കുന്ന, ഇറാനും ഇറാഖും കുവൈത്തും റിയാദും സൗദിയും ഭരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ യാചനയാ. അവിടുന്ന് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ഒരു മജൂസിയുടെ കുത്തേറ്റുകൊണ്ട് ബോധരഹിതനായി വീട്ടിലേക്ക് കിടത്തിയപ്പോ വായിലൂടെ മുന്തിരിച്ചാറ് കൊടുത്തപ്പോൾ അത് പുറത്തേക്ക് വന്നു. പാല് കൊടുത്തപ്പോൾ മുറിവിലൂടെ പുറത്തേക്ക് വന്നു. ശബ്ദിക്കാൻ കഴിയാത്ത സമയം ഓരോ ആളുകൾ ഓരോന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആ സമയത്തൊരു യുവാവ് വരുന്നു. അവിടുന്ന് പറഞ്ഞു, അബിശ്റിയ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ഒന്ന് സന്തോഷിക്കൂ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അതേ എന്തേ എന്ന് ചോദിക്കുമ്പോ ഫഖദ് സഹിബത റസൂലല്ലാഹി വഹുവ അൻകറാദ വഅൻത അൻഹുറാദ്. അങ്ങയെ തൊട്ട് മുത്തുനബി അങ്ങയെ തൊട്ടും തൃപ്തിപ്പെട്ടവരല്ലേ, അതുകൊണ്ട് സന്തോഷിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അറിയാതെ നെരിയാണിക്ക് താഴെ അവിടുത്തെ ഡ്രസ് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സംസാരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ആ പ്രിയപ്പെട്ട യുവാവിന്റെ ചെവി അവിടുത്തെ ചുണ്ടിനോടടുപ്പിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, മോനെ നിന്റെ ശരീരത്തിലിട്ട ആ ഡ്രസ് ഒന്ന് പൊക്കിയേക്കുക മോനെ. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ളതാ, നിന്റെ വസ്ത്രം കേടുവരാതിരിക്കാനും നല്ലതാണെന്ന് ആ സമയത്ത് പറഞ്ഞ് ആ നേരത്തും ഉപദേശിച്ച മഹാനാ. അവിടുന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങളോട് പറയുന്നു, മോനെ ബാപ്പ കട്ടിലാണ്, മണ്ണിലേക്കൊന്ന് കിടത്തൂ. എന്തിനാണ് ബാപ്പ? ഒന്നുമല്ല മോനെ, മണ്ണിൽ നിന്ന് പടച്ച ഞാൻ ഉയരത്ത് കിടക്കുന്നത് ഒരു ധിക്കാരിയുടെ രൂപത്തിലല്ലേ. ഈ പാവപ്പെട്ട ഉമറിനെ അല്ലാഹു തആല പരിഗണിക്കണം, അതുകൊണ്ടൊന്ന് മണ്ണിലേക്ക് കിടത്തൂ എന്ന് പറഞ്ഞ് താഴേക്ക് കിടത്തി. മോനെ ആയിഷ ബീവിയോടൊന്ന് പറഞ്ഞേക്കുക, അവിടെ ഒരു സ്ഥലം ആയിഷ ബീവിക്ക് വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട്. അത് പാവപ്പെട്ട എനിക്ക് താല്പര്യമുണ്ട്. കാരണം എനിക്കുള്ളത് മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ ഇറങ്ങുന്ന റഹ്മത്ത്, ആ റഹ്മത്ത് കിട്ടണം എന്ന അഭിലാഷമുണ്ട്. കാരണം എന്റെ കൈവശമൊന്നുമില്ല. ബഹുമാനപ്പെട്ടവര് പറഞ്ഞതുപോലെ എനിക്ക് മരണത്തിന്റെ പേടിയില്ലെങ്കിലോ എനിക്ക് പോയ കാലത്തെ കുറിച്ച് വേവലാതിയ. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽ രണ്ടാമത്തെ നേതാവായ അമീറുൽ മുഅ്മിനീൻ ഹബീബായ മുത്തുനബിയെ അളവറ്റ് സ്നേഹിച്ചവരാ. മൂന്നാമത്തെ നേതാവ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അവിടുന്ന് പറയുന്നു, നബി തങ്ങളുമായി വലത് കൈകൊണ്ട് ബൈഅത്ത് ചെയ്തത് മുതൽ എന്റെ പ്രൈവറ്റ് പാർട്സിനെ ഞാൻ സ്പർശിച്ചിട്ടില്ല, എന്റെ ഗുഹ്യഭാഗങ്ങളെ ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറയുന്ന ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് കൊല ചെയ്യപ്പെടുകയല്ലേ ചെയ്തത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഫഇന്നാമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ ഫഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകുഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. ആ ആയത്തങ്ങ് എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ മുമ്പ് ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അവിടുത്തെ രക്തം വിശുദ്ധ ഖുർആനിലെ അള്ളവർക്ക് മതിയാക്കി കൊടുക്കും റബ്ബിന് കാണുന്നുണ്ട് എന്ന് പറയുന്ന ആയത്തങ്ങ് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ആ രക്തത്തുള്ളി അതിൽ പതിച്ചു എന്നതാ അവിടുത്തെ കറാമത്തായ റാസി ഇമാമിനെ പോലെയുള്ളവർ വിശദീകരിച്ചതെങ്കിൽ ആ അമീറുൽ മുഅ്മിനീൻ തങ്ങളുടെ മുസ്ഹഫിൽ പറ്റിപ്പിടിച്ച രക്തക്കറയൊന്ന് കഴുകിക്കളയുമ്പോ ജന്മനാൽ കണ്ണ് കാണാത്ത ഒരാൾ വന്ന് എന്റെ കണ്ണിന്റെ ഭാഗത്തൊന്ന് തേച്ചു തരുമോ
എന്ന് ചോദിച്ചപ്പോ അംർ ഇബ്നുൽ ആസ് തങ്ങൾ തേച്ചു കൊടുത്തതനുസരിച്ച് കാഴ്ച തിരിച്ചു കിട്ടുന്നു. അതേ സഹാബത്തിന്റെ രക്തം പവിത്രമുള്ളതാ, അതിനും വലിയ ആത്മീയ പവറുള്ളതാ. പ്രിയപ്പെട്ടവരെ, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഷഹീദാകുന്നതിന്റെ മുമ്പ് അംർ ഇബ്നുൽ ആസ് തങ്ങൾ ദസ്തപ്പാതിലേക്ക് വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട് വളഞ്ഞ ആളുകളൊക്കെ അശ്രദ്ധരാ, അവര് പലരും ഉറങ്ങുകയാ. നിങ്ങൾക്ക് ഈ വഴിയിലൂടെ പോയാൽ ഷാമിലെത്താം, ഈ വഴിയിലൂടെ പോയാൽ ഇറാഖിലെത്താം, ഈ വഴിയിലൂടെ പോയാൽ യമനിലെത്താം, ഈ വഴിയിലൂടെ പോയാൽ ഹിംസിലെത്താം. നിങ്ങൾക്ക് അങ്ങനെ പല ഭാഗങ്ങളിലും എത്താൻ കഴിയും, അതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറയുന്നു, വല്ലാഹി റബ്ബ് സാക്ഷി, ഞാൻ ഈ മണ്ണിൽ നിന്ന് പോകൂല. കാരണം ഹാദിഹി ത്വയ്ബ, ഇത് മദീന മുനവ്വറയാ, ഫഇന്ന ഫീഹാ ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയാണ് മുത്തുനബിയുടെ ഖബറുള്ളത്. വജിവാറുൻ നബി അഹബ്ബു ഇലയ്യ മിൻ യഖ്തലാ, ഞാൻ കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ, എന്നെ തുണ്ടം തുണ്ടമാക്കി കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും പവിത്രമായി കാണുന്നത് മദീന മുനവ്വറയിൽ മുത്തുനബിയുടെ ചാരത്ത് കിടക്കാനാ. ആ ഹബീബിനെ ആ നിലയ്ക്ക് ജീവൻ പണയം വെച്ച് സഹാബിമാരിൽപ്പെട്ടവരാ, ബഹുമാനപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവെങ്കിൽ നാലാമത്തെ ഖലീഫ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ കിടന്നിരുന്ന കട്ടിലിൽ, നബി തങ്ങൾ കിടന്നിരുന്ന കട്ടിലിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്ത് കിടക്കുകയാ. എന്തിന് കൊല ചെയ്യപ്പെടുന്നത് ഞാനായാലോ, പ്രിയപ്പെട്ട പുന്നാര നബിയാകരുത് എന്ന നിലക്കാ ഹിജ്റ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കിടന്നതെങ്കിൽ അവിടുന്ന് നബി തങ്ങളോടുള്ള സ്നേഹം വല്ലാത്ത സ്നേഹമാ. മുത്തുനബിയുടെ വഫാത്തിന്റെ ശേഷം അവിടുന്ന് ചിരിച്ചിട്ടില്ല, അവിടുന്ന് വല്ലാതെ സംസാരിച്ചിട്ടില്ല. ആ നിലക്ക് ദുഃഖിതരായി കഴിഞ്ഞവരാ മഹാനരായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മറ്റൊരു മഹാനാ സഅദ് സഈദ് عبيدة وابني في العسير الكرام مولاي. മഹാനരായ സഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ എത്രയധികം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, മോനെ, മക്കത്ത് ഇറങ്ങിയ പുതിയൊരു പ്രസ്ഥാനത്തിൽ നീ ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി കൊണ്ടുവന്ന ആദർശം, അത് നമ്മുടെ ബാപ്പക്കാരണവന്മാര് കൊണ്ടുവന്ന ആദർശത്തിന് എതിരാ. അതുകൊണ്ട് മോനെ, അതിൽ പോകുന്നതിന് എനിക്ക് പൊരുത്തമില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല ഉമ്മ, നിങ്ങൾക്ക് പൊരുത്തണ്ടോ അല്ലേ എന്ന് ഞാൻ നോക്കൂല. ഞാൻ എന്റെ ഹിദായത്താണ് വെളിച്ചം, അതുകൊണ്ട് എന്റെ ഹിദായത്താണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് അങ്ങ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ ഉമ്മ പറഞ്ഞു, മോനെ, നട്ടുച്ച സമയം, ചുട്ടുപൊള്ളുന്ന വെയില്, ആ വെയിലിൽ ഉമ്മ നിന്നുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്നെ പ്രസവിച്ചത് ഞാനാ, പാലൂട്ടിയത് ഞാനാ, ഗർഭം ചുമന്നത് ഞാനാ, എല്ലാം നൽകിയത് ഞാനാ. മോനെ, ഉമ്മ പറയുന്നത് കേൾക്കൂ, ആ പ്രസ്ഥാനത്തിൽ നിന്ന് നീ മാറണം. ഇല്ല ഉമ്മ, മാറൂല. മാറിയിട്ടില്ലെങ്കിൽ വല്ലാഹി ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല, ഞാൻ ഇവിടുന്ന് അനങ്ങൂല. അതേ, അവിടുന്ന് ഒരേ നിൽപ്പ് തന്നെ. അന്ന് രാത്രിയായി ഉമ്മ വീട്ടിലേക്ക് കയറുന്നില്ല, പിറ്റേന്ന് സുബഹിയായി ഉമ്മ കയറുന്നില്ല.
അതേ വെയിൽ ചൂടാവാൻ തുടങ്ങി. ഉമ്മ കയറുന്ന നോട്ടമില്ല. സഅദ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ പോക്ക. ഒരിക്കലും തന്നെ ഉമ്മ, എനിക്ക് അങ്ങയാണ് ജനിച്ചത്, അങ്ങയാണ് എന്നെ ഗർഭം ചുമന്നത് എന്നറിയാം, പ്രയാസപ്പെട്ട് നൊന്ത് പ്രസവിച്ചത് എന്നറിയാം. പക്ഷേ എനിക്ക് വലുത് ഉമ്മയേക്കാൾ വലുത് ഈ പ്രപഞ്ചം മുഴുവനും പടക്കാൻ കാരണക്കാരനായ അതേ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ വ്യക്തിത്വമാണ്. ഉടനെ തന്നെ നബി തങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. പറയാൻ വേണ്ടി വന്നപ്പോ, ഇയാളെ ഞാൻ കുറ്റം പറഞ്ഞത്? ഞാനുണ്ട് മോനെ ഒപ്പം. ആ സഅദ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയുടെ പേരിൽ കിണർ സദഖ ചെയ്തത്, വഖഫ് ചെയ്തത് ചരിത്രത്തിൽ കാണാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 5-ാമത്തെ സഹാബി. 6-ാമത്തെ സഹാബിയാണ് മഹാനരായ സഈദ് റളിയല്ലാഹു അൻഹു. വീട്ടിന്റെ മുറ്റത്തിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മോൻ ഓടിക്കതച്ചു വരുന്നത്. ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ അല്ലാഹുവോടൊരൊറ്റ ദുആയാ, റബ്ബേ, മുത്തുനബി കൺമറഞ്ഞ ലോകം എനിക്കിനി കാണണ്ട, എന്റെ കാഴ്ചയങ്ങ് പിൻവലിച്ചേക്കുക. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ച സ്പോട്ടിൽ നഷ്ടപ്പെട്ടു എന്നതാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 6-ാമത്തെ നേതാവ് സഈദ് തങ്ങൾ. 7-ാമത്തെ നേതാവാരാ? സഈദ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ആ നിലക്കുള്ള നേതാവല്ലേ അവിടുന്ന്. തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. അങ്ങനെ ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രമുണ്ട്. ആ നിലക്ക് മുത്തുനബിയെ സ്നേഹിച്ചവരാണവർ. ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രം അതിൽ വിശദീകരിക്കാനുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളുടെ ചരിത്രം വിശദീകരിക്കാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ നിലക്ക് ഹബീബിനെ സ്നേഹിക്കുക എന്നത് ഖൈറായ അമല. അതുപോലെ തന്നെ വമദ്ഹുഹു, അവിടുത്തെ മദ്ഹ് പറയൽ. സഹാബത്ത് നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞവരാ. സഹാബത്ത് നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചവരാ. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയു യളഉ ലിഹസ്സാന മിംബറ. മദീന പള്ളിയിൽ ഒരു മിമ്പർ തന്നെ മുത്തുനബിയെ പുകഴ്ത്താൻ ഹസ്സാൻ ഇബ്നു സാബിത് തങ്ങൾക്ക് സംവിധാനിച്ചിരുന്നു എന്നതാ. ഇങ്ങനെ നബി തങ്ങളെ മദ്ഹ് പറയുമ്പോൾ വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു بنيل شفاعة طه كفل يضلله منعما تنعيما صلوا عليه وسلموا تسليما. ഈ മദ്ഹ് പറയുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ റെക്കമെന്റ് ഉണ്ട്. ആ റെക്കമെന്റ് നൽകപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. أنت الشفيع الذي ترجو شفاعته على الصراط إذا ما زلت القدم مولاي صل ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റൗള ശരീഫിന്റെ അടുക്കൽ ഒരാൾ വരികയാ. ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ ഉദ്ധരിക്കുകയാ. അവിടുന്ന് വരുന്നു. വന്നിട്ട് മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് പറയുന്നു, നബിയേ പാപിയാ, നബിയേ സാധുവായ ഞാൻ ദോഷിയാ,
ഈ പാവപ്പെട്ട എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് നബിയെ, അതുകൊണ്ട് റബ്ബിലേക്ക് റക്കമെന്ന് പറയാനാ ഈ അറാബിയായ മനുഷ്യനങ്ങ് വരുന്നു. എന്നിട്ട് വലവന്നഹും യളമു എന്ന സൂറത്തുൻ നിസായിലെ ആയത്തങ്ങ് ഓതുന്നു. എന്നിട്ട് പിരിഞ്ഞു പോകുന്നു. അവിടെ ഈ കാഴ്ച കണ്ട് നിൽക്കുന്ന ആളൊന്ന് മയങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് വ്യക്തിയോട് പറഞ്ഞു, അയാളുടെ പിന്നാലെ പോയി പറയുക അല്ലാഹു തആല പാപം പുറത്തിരിക്കുന്നു എന്ന്. ആ വ്യക്തിത്വം അവിടെ നിന്ന് പറഞ്ഞതെന്താണ്? യാ ഖൈറ മൻദൂഫിനത് ബിൽഖായി അഅ്ളമുഹു ഫതാബ മിൻ ത്വയ്ബിഹിൻ നൽഖാഉ വൽ അഖമു നൽഖാഉ വൽ അഖമു. ഓ നബിയേ, അവിടുത്തെ ശരീരം വെച്ച ഭാഗമാ ലോകത്തെ ഏറ്റവും വിശിഷ്ടമായ സ്ഥലം. ആ സ്ഥലത്ത് കിടക്കുന്ന നബിയേ, അങ്ങ് അന്തല്ലദീ തുർജാ ശഫാഅതുഹു, അങ്ങയുടെ റെക്കമെന്റാണ് എനിക്ക് ഏറ്റവും വലുത്. അതേ ആളുകളെല്ലാം പാലത്തിൽ നിന്ന് താഴെ വീഴുമ്പോൾ മുഅ്മിനേ സിറാത്ത് എന്ന പാലം 70,62,30,000 കിലോമീറ്റർ നീളമുള്ള പാലമാ. ആ പാലത്തിൽ നിന്ന് താഴെ വീഴുന്നു ധിക്കാരികൾ. അല്ലാഹുവേ, ആ പാലം അക്കരക്കെടുക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ. അവിടെ നോക്കാനുള്ള നേതാവാരാണ്? മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വസാഹിബക വാലാ അൻസാഹുമാ അബദാ, അങ്ങയുടെ അടുത്ത് കിടക്കുന്ന സിദ്ദീഖ് തങ്ങളെ ഞാൻ മറക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഞാൻ വിസ്മരിക്കുന്നില്ല. ഈ നിലയ്ക്ക് ഇസ്തിഗാസ ചെയ്ത സംഭവം 40-ലധികം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതേ നബി തങ്ങളുടെ റെക്കമെന്റ് വേണോ? ഹബീബിന്റെ മദ്ഹ് വേണോ? ഹബീബിന്റെ മദ്ഹാണ് നമുക്ക് രക്ഷയുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വാലിഹായ പ്രവർത്തനം നിർവഹിക്കണോ? അതാണ് സ്വാലിഹീങ്ങളും മുൻഗാമികളും നമുക്ക് വരച്ചു കാണിച്ചു തന്നത്. ഖുർആൻ പറഞ്ഞത് മുബശ്ശിറ, നാലാമത് പറഞ്ഞത് വനദീറാ, അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നവരാണ്. നദീറ, മുന്നറിയിപ്പ് നൽകുന്നവരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ ആ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ നേതാവാണ്. ഓരോ വിഷയങ്ങളിലും അവിടുന്ന് പ്രവചനം നടത്തിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ 5 ദിവസം കോഡൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുനബിയുടെ പ്രവചനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംസാരം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടുന്ന് നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കുറിച്ച് എത്ര കാലം വഅദ് പറഞ്ഞാലും എവിടെയും എത്തുകയില്ല. ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗം മേസാറ മാ ഉതിദ മാ ഫിൽ ബാലിബാൽ. ഒരിക്കലും തന്നെ ഒരാൾക്കും അറ്റമാക്കാൻ അവിടുത്തെ മദ്ഹ് കൊണ്ട് കഴിയുകയില്ല എന്നതാണ്. ആ നിലക്കുള്ള നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവരാ. റസൂൽ യദഊകും, അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാ. ഇസ്തജീബൂ ലില്ലാഹി വലിറസൂലിഹി ഇദാ ദഅാകും ലിമാ യുഹീകും. ആത്മീയമായും സാംസ്കാരികമായും സാമൂഹികമായും ഏതെല്ലാം വിഷയങ്ങളിൽ നമുക്ക് വിജയവും പുരോഗതിയും വേണോ ആ മഹത്തായ ദർശനത്തിലേക്ക് മുത്തുനബി വിളിക്കുകയാ. അതുകൊണ്ട് ആ ഹബീബ് വിളിക്കുന്ന മേഖലയിലേക്ക് പോകണം. കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, നല്ല കാര്യങ്ങളുമായി ജീവിതത്തെ അല്ലാഹുവിന് വേണ്ടി ഒഴിഞ്ഞു വെക്കണം. ആ നിലയ്ക്ക് ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അർഹമുർറാഹിമീനായ രാജസയ്യിദായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയം നൽകണം അല്ലാഹ്, എല്ലാ മേഖലയിലും സന്തോഷം നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കൊരു കുറച്ച് ഒരു 10 ദിക്ർ, 10 സ്വലാത്ത്, 10 ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി നമുക്ക് ദ്വാരക്കണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഒരു 2.5 മിനിറ്റ് കുറച്ചു നേരം ഒന്ന് എണീറ്റ് നിൽക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മംബൂറൽ ഖുതുബുസ്സമാനെ സയ്യിദലവി തങ്ങളെ ജാഗ് ബറക്കത്ത് കൊണ്ട് കാക്ക് റബ്ബേ ഞങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു നൽവഴിയിലാക്കിടേണ് നല്ലവർ പിന്നാലെ നന്മയേറെ ചെയ്ത് തിന്മ പോക്കിട് ഫളാലെ. ലാ ഇലാഹ ഇല്ലല്ലാഹു കേളികേട്ട മാരികൾ രുത്ത ഈ കാലത്ത് കേമരാം തങ്ങളെ കാവൽ എകിട് പേരൂത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് കറാമത്ത് ഏറ്റ എറിയ പുന്നാരെ സയ്യിദരാം മാർഗമിൽ നീ ചേർത്തിണ സത്താറ്. ലാ ഇലാഹ ഇല്ലല്ലാഹു തെറ്റുകുറ്റം മുതപാപിയുടെ കൽഭാഗത്ത് കുറ്റമറ്റതാക്കിടേണ മമ്പുറത്തെ മൂത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു മികവരാം കുതുബോരെ തേളി മുറ്റപൂമുഖത്തെ തമ്പുരാനെ കാട്ടിടേണ വിരരിൽ മികത്തെ. ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്റഫുൽ ഖൽഖായ ത്വാഹ തങ്ങളിൽ സ്വലാത്ത് കൂടത്ത് സിലീം ചെയ്യണേവാ ഹുസ്ന ഖാത്തിമത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളെ മജ്ലിസിനെ ആക്കി തീർക്കണം അല്ലാഹ്. മജ്ലിസിനെ പരിഗണിക്കണം അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്.